ഫ്രണ്ട്സ്, അതെ ഈ എഞ്ചിനെ കുറിച്ച് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെർസിഡീസ് ബെൻസിൻ്റെ എഞ്ചിനാട്ടോ. OM സീരീസിലെ 660 എന്ന് പറഞ്ഞിട്ടുള്ള എഞ്ചിനാണത്. ഹായ്, അപ്പം എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമ്മളിന്ന് കുറേ നാളായി നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ചായിട്ട് നിർത്തിയോ എന്നൊക്കെ ചോദിക്കണ്ടേ. നിർത്തിയതല്ല കേട്ടോ, നമുക്ക് കുറച്ച് വർക്ക് നമുക്ക് അറിയാലോ, വർക്ക്ഷോപ്പിൽ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, എന്നിട്ട് ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ വിളിച്ചിട്ട് നമ്മൾ മുണ്ടൂർക്ക് പോവാ. ഒരു മെറ്റഡോർ ഇടാ. മെറ്റഡോർ നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യണേ, ഫുൾ പവർ ആക്കണം. അപ്പോൾ മെറ്റഡോർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഞാനുണ്ട്, അച്ഛനുണ്ട്, അച്യുതനുണ്ട് ഇടാ. അപ്പോൾ ഫുൾ ഓണാക്കാൻ പോവാ. അപ്പോൾ എല്ലാവരും കട്ടാക്കി കൂടെ നിൽക്കാടാ. നമ്മളെ കൂടുതൽ സ്റ്റാർട്ടിന് കുറേ നാളായി. വേറെ ഒന്നുമില്ല, നമുക്ക് അങ്ങോട്ട് പോവാ. ടൂൾസൊക്കെ റെഡി ആവണ്ടാ. അപ്പോൾ നേരെ അങ്ങോട്ട് വിടാം. നമുക്ക് നമ്മുടെ ബാറ്ററി ഒക്കെ എടുക്കാം. ബാറ്ററി രണ്ടെണ്ണം ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്രോസ് വയർ ആ സാധനങ്ങളൊക്കെ, നമ്മുടെ ജമ്പർ കേബിൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ന്യൂസിൽ പൈപ്പ് സാധനമുള്ളൂ കേട്ടോ. ഏകദേശം എല്ലാ ടൂൾസും സെറ്റ് ആയിട്ട് ചുറ്റിക, പ്ലെയർ, നമ്മളെ മെയിൻ ആയതിടത്തില്ലേ, ഇത് വണ്ടിയിൽ വെക്കില്ലേ, ഇതിൽ കൊള്ളില്ലേ. പിന്നെ ടൂൾ സെറ്റ് ആയില്ലേ, ഹാൻഡ് വാഷ്, ഇന്നും നമ്മുടെ ലേലൻഡ്, നമ്മുടെ സ്വന്തം. അപ്പൊ നമ്മുടെ ടൂൾസ് റെഡിട്ടാ. അടുത്ത നമ്മള് ഡീസൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റ് കൊടുക്കാനുള്ള ഡീസൽ ക്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൂൾസും ഡീസലും എല്ലാ സാധനങ്ങളും ഏകദേശം ഓക്കെ ഉണ്ട്. നമ്മളെത്തിൻ്റെ നിങ്ങൾക്ക് പില്ല് കാണാം, ഒരു വണ്ടി അതും സ്റ്റാർട്ട് ചെയ്യാണ്ട് മെറ്റഡോറും സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. നമ്മൾ ആദ്യം മെറ്റഡോർ പിടിക്കാം. മെറ്റഡോർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാത്തൊരു വണ്ടിയാണ്. സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കൂടുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതായത് ഇതൊരു വെൽഡിങ് വർക്ക്ഷോപ്പാടാ. ഞാനല്ലേ ഫുൾ കുറേ മറ്റേ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്യണ വർക്ക്ഷോപ്പാണ്. നമ്മളെ വിളിച്ച സബ്സ്ക്രൈബർക്ക് വീട്ടിൽ പോയേക്കാം, ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പം നമുക്കത് അവിടെ ദൂരെ ഒരു വണ്ടി എടുക്കണോടാ, അങ്ങോട്ട് പോവാടാ. അതെ, ഇതാടാ നമ്മുടെ സബ്സ്ക്രൈബർ ഡാനിയൽ. ഇവൻ വിളിച്ചിട്ട് നമ്മൾ വന്നിട്ടുള്ള മെറ്റഡോറും മറ്റേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്ടാ. അപ്പോൾ ഇതൊരു വർക്ക്ഷോപ്പിൻ്റെയാണ്, ഫുള്ള് വെൽഡിങ് വർക്ക്ഷോപ്പ് നേരത്തെ കാണിച്ച പോലെ. അപ്പോൾ അതായത് നമ്മൾ ടൂൾസ് സാധനങ്ങളൊക്കെ വന്നുണ്ട്. അപ്പോൾ ഇതിൽ F307 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് എഞ്ചിൻ. ഇതാണ് എഞ്ചിൻ. ഒരു ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ്. ഫയറിംഗ് ഓർഡറൊക്കെ വരുന്നത് 1342 തന്നെ, സാധാ ഇതന്നെ. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ എഞ്ചിൻ സാധാ മെറ്റഡോർ പോലെയല്ല, ഇത് ബാക്ക് വീൽ ഡ്രൈവ് ആണ്. ഇങ്ങനത്തെ കുറച്ച് മെറ്റഡോർ വണ്ടികൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അതിലൊരു വണ്ടിയാണ് ഇത്, നല്ല വണ്ടിയാണ്. ഇങ്ങനെ ബാക്ക് വീൽ ഡ്രൈവ് ആവണതാണ് ലോഡ് വണ്ടികൾക്ക് നല്ലത്. കുറേ മെറ്റഡോർ നമ്മൾ കാണുന്നതൊക്കെ മറ്റേ വാൻ ടൈപ്പും ഇതൊക്കെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. അത് കുറച്ച് കോംപ്ലിക്കേഷൻ കൂടുതലാണ്, കംപ്ലൈൻറ്റും കൂടുതലാണ്. ഇത് ബാക്ക് വീൽ ഡ്രൈവ് മെറ്റഡോറാണ്. അതൊരു പ്രത്യേകത ഉണ്ട് ഈ വണ്ടിക്ക് കേട്ടാ. പുലിക്കുട്ടി തന്നെയാ. ഇതൊരു വേസ്റ്റ് വണ്ടിയായിട്ട് യൂസ് ചെയ്യാടാ. ഇത് എത്ര കൊല്ലമായി ഇത് ഇങ്ങനെ ഇരുന്നുണ്ട്? ഒരു 2-3 വർഷമായി. 2-3 വർഷമായില്ലേ? ടെസ്റ്റിന് വേണ്ടിയിട്ട് പെയിന്റ് അടിച്ച് നിർത്തിയത്. അത് പിന്നെ ഒന്നും ചെയ്തില്ല അല്ലേ? അപ്പൊ അങ്ങനെയാണ് അതിന്റെ അവസ്ഥ. ഞാൻ ബാറ്ററിയുടെ കാര്യങ്ങൾ, ബാറ്ററി വയർ ടെർമിനലൊക്കെ നോക്കി, അതൊന്നും കാണാനില്ല. അത് ഇവര് വേറെ വണ്ടികൾക്ക് യൂസ് ചെയ്തില്ല അങ്ങനെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. ഡയറക്റ്റ് കൊടുത്ത് നോക്കി നോക്കാം ബാറ്ററി.
വയറുകള് ഇവിടെ തീരെ അടിയില്ല പണിയാൻ. കുറെ സാധനങ്ങൾ ഇട്ടാക്കാം. പിന്നെ നമുക്ക് ഡയറക്റ്റ് കൊണ്ട് നോക്കി നോക്കാം. ആദ്യം നമ്മളെ ജസ്റ്റ് ഒന്ന് സെൽഫ് മൂട്ടുണ്ടോ നോക്കണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേ അല്ല അമ്മേ വണ്ടി കീറില്ലാട്ടാ, സെൽഫ് അടിക്കണ്ടാ. അപ്പോ ഒരു 50% നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നമ്മള് ഈ വണ്ടി ഗിയർ സ്റ്റക്കാണ്, ഡബിൾ ഗിയർ അടിച്ചിരിക്കുക. ഡബിൾ ഗിയറിൽ ഇടയില് തെറ്റിരിക്കുക. അപ്പൊ ഇതിന്റെ ടോപ്പ് അയച്ചിട്ട് നോക്കണം, എന്നിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ ജോയിന്റ് അയച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഏതെങ്കിലും ഒരെണ്ണം ചെയ്യും. അപ്പോ നമുക്ക് ആദ്യം എന്റെ സ്റ്റക്കൊന്ന് ഞാൻ മാറ്റാടാ. എന്നിട്ട് നമുക്ക് ഫ്യൂൽ ലൈനൊക്കെ കൊടുത്ത് വണ്ടി പടയ്ക്കാം. നമ്മള് ഈ ഗിയറിൽ പറഞ്ഞ ടോപ്പ് ഒന്ന് അയച്ചു നോക്കട്ടാ. മൂന്നേ ട്രാക്ക് റാഡുകളുണ്ട്, അതൊന്നും നോക്കി വേണ്ടാടാ. നൂട്രായി ഇപ്പൊ നൂട്രായിട്ടാ. ഇപ്പൊ സെറ്റായി. ഗീറെ ഉപയോഗിക്കാണ്ട് കിടക്കുന്നേ സ്റ്റക്കായിട്ട് ജാമായിട്ടിരിക്കായിരുന്നു. ഇപ്പൊ ഓക്കെയുണ്ട്. എന്ത് കണ്ടോ, നമ്മൾ ഗിയർ ഷിഫ്റ്റ് ഗിയർ ആടിലാണ് വർക്ക് ചെയ്യണത്. അപ്പൊ ന്യൂട്രൽ പൊസിഷനാണ്. ഇത് കണ്ട ജോയിന്റ് ഇളകുന്നത് ന്യൂട്രൽ പൊസിഷനാണ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിങ് കല പരിപാടികൾക്ക് നോക്കാം ഫ്രണ്ട്സ്. അതെ, ഇനി നമുക്ക് നമ്മുടെ പ്രൊസീജിയറിലേക്ക് കിടക്കാം. ഓയിൽ ലെവലും നോക്കാം. ഓയിൽ സമൃദ്ധി ആയിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഇഷ്ടം പോലെ ഓയിലുണ്ട്. ഓയിൽ ലെവൽ കറക്റ്റാണ്. നമുക്ക് റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഫ്യൂൽ ലൈൻ കൊടുത്തിട്ട് ഫ്യൂൽ ലൈൻ എന്തെങ്കിലും ടാങ്കിൽ നിറച്ച് മറ്റേ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ബ്ലോക്ക് ആവണ്ടേ. നമുക്ക് ഡയറക്റ്റ് ഡീസൽ കൊടുക്കാം ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ സെറ്റല്ല. നമുക്ക് റേഡിയേറ്ററിലെ വെള്ളം നോക്കാം. ഈ കിളിവാതിൽ തുറന്നു, പണ്ടത്തെ മറ്റേ ഡോറിനല്ലേ. വെള്ളം കുറവാട്ടാ, വെള്ളമില്ല. ഇതാണ്ട് അതിൻ്റെ റേഡിയേറ്റർ വരുന്നത്. കിളിവാതില്. അപ്പോൾ അതായത് നമുക്കേ വെള്ളം ഒഴിക്കാടാ. കുറച്ച് കുടിവെള്ളം കൊടുക്കടാ. കുറേ നാളെ ഈ ചെക്കൻ താഴ്ച്ചിരിക്കണ. അപ്പോൾ വെള്ളം ലെവലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മുമ്പിലേക്ക് ഡയറക്റ്റ് ഒന്ന് കൊടുക്കാടാ. ഫ്യൂൽ ലൈൻ കൊടുത്തട്ടെ. 59 1
ബാഞ്ച് വാഷ് അത് നമ്മുടെ ടെമ്പററി ടാങ്കിലേക്ക് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ അത് പോറായിട്ട് ഞങ്ങൾക്ക് ഡീസൽ ഒഴിക്കാം. ഇവിടെ കെട്ടിയിടാം. മതിയാ. അതങ്ങോട്ട് സെറ്റായി. കുറച്ച് ഇന്ധനം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ശുദ്ധമായ ഡീസൽ. അപ്പോൾ അവന് വേണ്ട ഡീസൽ നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അതെ ഈ എഞ്ചിനെ കുറിച്ച് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെർസിഡീസ് ബെൻസിൻ്റെ എഞ്ചിനാട്ടോ. OM സീരീസിലെ 660 എന്ന് പറഞ്ഞിട്ടുള്ള എഞ്ചിനാണത്. അതായത് ഇതിനൊരു ഏകദേശം ഒരു 65 HP പവറുണ്ട്. അതുപോലെ തന്നെ 125 Nm ടോർക്കും തരുന്നൊരു അടിപൊളി എഞ്ചിനാട്ടത്. അന്നത്തെ കാലത്ത് മെറ്റഡോറിന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല മോഡേൺ, ഏറ്റവും നല്ല എഞ്ചിനാട്ടത്. നല്ല പവർഫുൾ എഞ്ചിനാണ്. നല്ല ലോഡൊക്കെ വഹിക്കാൻ പറ്റിയ ഒരു എഞ്ചിനാണ്. കിഡു സാധനം. പിന്നെ അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷൻ, ഹീറ്റും പ്ലഗൊക്കെ കണ്ടില്ലേ. അപ്പോൾ ആ സീരീസിലെ മെർസിഡീസ് ബെൻസിൻ്റെ ഒരു പൊളപ്പൻ എഞ്ചിനാട്ടത്. പിന്നെ ഈ വണ്ടിയുടെ കൊളാബറേഷനും മെർസിഡീസ് ബെൻസിൻ്റെ കൊളാബറേഷൻ അതിൻ്റെ ഫുൾ ഹിസ്റ്ററി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർ ഒന്ന് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒന്ന് വായിച്ച് നോക്കിട്ടാ. ഇപ്പോൾ നമുക്കറിയാം ഇത് പഴയ വണ്ടി ആയിരുന്നേ. DI അല്ല, ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വണ്ടിയല്ല. ഹീറ്റർ പ്ലഗ് വെച്ചിട്ടാണ് ഹീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് ഈ ഹീറ്റർ പ്ലഗിൻ്റെ ഇതിലേക്ക് ഒരെണ്ണം കൊടുക്കണം. എന്നിട്ട് ഒരെണ്ണം ബാറ്ററി മേക്കിങ് കൊടുക്കുക. എന്നിട്ട് ഹീറ്റ് ചെയ്തിട്ട് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ സ്റ്റാർട്ട് ആവാൻ ലേശം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ്ട ഹീറ്റർ പ്ലഗുകൾ കാണിച്ചോളൂ. ഇതാണ്ട ഇതാണ് ഹീറ്റർ പ്ലഗുകൾ കേട്ടോ. ഇത് ഈ പോയിന്റുകൾ കണ്ട. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കളികൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഒന്നുമില്ല, നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് നിന്ന് ഈ ഹീറ്റർ പ്ലഗിലേക്ക് ജസ്റ്റ് ഒരു ചെറിയ വയർ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഹീറ്റ് അടിക്കാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ. അതിലേക്ക് ജസ്റ്റ് നമ്മൾ എടുത്ത വയർ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ആക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം ഇങ്ങോട്ട് ചേർക്കുക. എന്നിട്ട് നമ്മുടെ ഈ മാലറ്റോണ്ട് 2 മേട്ട് കൊടുക്കുക അതിൻ്റെ തലേമയ്ക്ക്. അപ്പോൾ അവിടെ കറക്റ്റായി. നമ്മൾ നേരത്തെ ആ ഒരു കണക്ഷൻ അല്ലേ, ആ ബോഷ് ക്ലിപ്പിലേക്ക് നമ്മൾ ഈ തലയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹീറ്റിംഗ് പ്ലഗിൻ്റെ കണക്ഷൻ ഓക്കെ കേട്ടോ. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കേസുകളല്ലോ, സിമ്പിളായിട്ട്. ഇത് നമ്മൾ ഊരിയിട്ടുള്ള പ്ലഗിൻ്റെ അതിലേക്ക് ഒന്ന് കൊടുക്കുക. ഇതിനെ ബോഷ് ക്ലിപ്പ് എന്നാണ് പറയാം. ഈ ക്ലിപ്പിലേക്ക് ഇതാണ്ട ഇത് കയറ്റി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഈ പ്ലെയർ കൊണ്ട് കണ്ട പ്ലെയർ കൊണ്ട് ജസ്റ്റ് ഇതും ഒരു ലോക്ക് ഉണ്ടാവും. അതിലേക്ക് ഇങ്ങനെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വയറ അതിൽ ടൈറ്റ് ആയി. എന്നിട്ട് ഇത് നമ്മൾ ആ പ്ലഗിലേക്ക് ഒന്ന് പിടിപ്പിക്കുക. അപ്പോൾ അതായത് നമ്മൾ കൊടുത്തത് ആ വയറാണ് ആ ബോഷ് ക്ലിപ്പ്. ഈ ബോഷ് ക്ലിപ്പ് ഇവിടുത്തെ ആ ഗ്ലോ പ്ലഗില്, ഹീറ്റർ പ്ലഗ് എന്നൊക്കെ പറയും, അതിലേക്ക് കൊടുക്കുക. ഇപ്പോൾ ആ നമ്മൾ ഇതിൻ്റെ കണക്ഷൻ ഓക്കെ ഉണ്ട് കേട്ടോ. ഈ വയർ വന്നിട്ട് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക്. അപ്പോൾ അത് സെറ്റ് ആയിട്ട്
ഇനി നമുക്ക് നമ്മുടെ നെഗറ്റീവ് കൊടുത്തിട്ട് അടിയോടെ അടി സ്റ്റാർട്ട് ഔട്ട് അങ്ങോട്ട്. അപ്പൊ അത് നമ്മുടെ നെഗറ്റീവ് ടെർമിനല് കൊടുത്തിട്ടാ, ബോഡി എർത്തിലേക്ക് കൊടുത്തു നെഗറ്റീവ്. ഞാൻ അടിച്ചോട്ടാടാ, ഒരു മിനിറ്റ് കഴിയട്ടാ, ഒന്ന് ഹീറ്റ് ആവട്ടെ, ആ പ്ലഗ് ഒന്ന് ഹീറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് അടിച്ചു നോക്കി നോക്കാം. ഒന്നുകൂടി ഒന്ന് ഹീറ്റ് അടിച്ച് നോക്കി നോക്കാം. നല്ല സ്മൂത്ത് സൗണ്ടാ, സ്മൂത്ത് സൗണ്ട്. ഫ്രണ്ട്സ്, അതെ സാധനം ഒറ്റടിക്ക് സ്റ്റാർട്ടാക്കാൻ ചേട്ടാ. നമ്മുടെ വണ്ടിയുടെ ഫുൾ പവർ ഫുൾ ഓണാണ്, പക്ഷെ ഓടിക്കാൻ പറ്റിയില്ല, ഒരു വിഷമമുണ്ട്. കാരണം ഇതിന്റെ ബ്രേക്കിൻ്റെ ഈ സാധനം ഒക്കെ മുറിച്ചിട്ട് വെക്കാം. പിന്നെ ഇതില് ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം ഇല്ല. പിന്നെ നമ്മൾ വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കിയാൽ വല്ല അപകടം പറ്റാന്ന് വെച്ചിട്ടാ. ക്ലച്ചൊന്നും കുഴപ്പമില്ല, ബ്രേക്കിന്റെ ഇഷ്യൂ ഒക്കെ കാരണം നമ്മൾ ഓടിക്കാതാടാ. പിന്നെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ വണ്ടി പ്രാന്തന്മാർക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നമ്മുടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. നമ്മൾ ഇതുവരെ നിന്ന പോലെ എല്ലാവരും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുക. നമ്മളൊരു 1 lakh കുടുംബമാകാൻ പോവാട്ടാ. അപ്പോൾ 1 lakh ആവാൻ കുറച്ചും കൂടിയുള്ള നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ നമുക്ക് വേഗം പെട്ടെന്ന് അടിക്കാൻ 1 lakh. അപ്പോൾ നമ്മൾ 1 ലക്ഷം പേരുണ്ടാവും നമ്മുടെ കുടുംബത്തിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഐ ഡി, ഇൻസ്റ്റാഗ്രാം ഐ ഡി എല്ലാം കട്ടയ്ക്ക് കൂടെ നിൽക്കുക, എല്ലാത്തിനൊപ്പം നിൽക്കാട്ടാ. അതേ പറഞ്ഞ പോലെ ബൈ. വേറെ വീഡിയോ നമുക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട്, നമുക്ക് അപ്പുറത്തെ നേരത്തെ പറഞ്ഞ ബസ്സൊന്നും സ്റ്റാർട്ട് ചെയ്യാണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇതേ വൈൻഡപ്പ് ചെയ്യാൻ പോവാ. പക്ഷെ ഞങ്ങൾ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്തിട്ടില്ല കേട്ടാ. അപ്പോൾ മറ്റേ വീഡിയോ കാണുന്നവരെ നമുക്ക് ബൈ അടിക്കാം. ബൈ.